ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോയൊരു ദിവസത്തെ ഒരു വീഡിയോ ആണിത് കേട്ടോ. പുറത്ത് പോയെന്ന് പറഞ്ഞാൽ ഇവരുടെ ബർത്ത്ഡേയുടെ സമയത്ത് ശരിക്കും നമ്മൾ ഇവരുടെ തേർഡ് ബർത്ത്ഡേ ഭയങ്കര നന്നായിട്ട് ആഘോഷിക്കണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു ഫസ്റ്റ് ഇരുന്നത്. എൻ്റെ ആഗ്രഹമല്ല, എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെയായിരുന്നു ആഗ്രഹം. കാരണം ഇവരുടെ തേർഡ് ബർത്ത്ഡേ അല്ലേ, 3 പേരുടെയും കൂടെ തേർഡ് ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കാം എന്നൊക്കെയായിരുന്നു. അപ്പം ഞാനാണ് പറഞ്ഞത്, കാരണം നമ്മളിപ്പോൾ ബർത്ത്ഡേ ആഘോഷിച്ചാൽ ചിലപ്പം ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്യുന്നു, അങ്ങനെ ആ ഒരു സന്തോഷം അവർക്കുള്ളൂ. അത് കഴിയുമ്പോൾ അവർ അതങ്ങ് പോകും. പക്ഷേ അതേസമയം ഇവർക്ക് ഏറ്റവും ഇഷ്ടം വെള്ളത്തിൽ കളിക്കാനും അതേപോലെ മണ്ണ് വാരി കളിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അങ്ങനെ എവിടെയെങ്കിലും ഇവരെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്താണ് ഫൺ വേൾഡിൽ പോകാമെന്ന് പറഞ്ഞത്. ആദ്യം നമ്മൾ അവിടെ തന്നെ ഫൺ വേൾഡ്, അക്വേറിയം ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എല്ലായിടത്തും പോകാമെന്ന് പറഞ്ഞാണ് പ്ലാൻ ചെയ്ത് നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞ് ഫസ്റ്റ് നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് എടുത്തപ്പോൾ ഇവർക്ക് 3 പേർക്കും ബർത്ത്ഡേ പ്രമാണിച്ച് ഇവർക്ക് 3 പേർക്ക് ഫ്രീ ആയിരുന്നു. ബർത്ത്ഡേ ബ്ലാഷ് എന്ന് പറഞ്ഞൊരു ഓഫർ ഉണ്ട് അവിടെ. അത് വെച്ച് ഇവർക്ക് 3 പേർക്കും ഫ്രീ ആയിരുന്നു. അപ്പം ഇവരുടെ കയ്യിലൊരു പിങ്ക് ബാൻഡ്, അതാണ് കെട്ടിയിരിക്കുന്നത്. ബർത്ത്ഡേ ബ്ലാഷിൻ്റെ അത് വെച്ചാണ് ആ പിങ്ക് ബാൻഡ് കെട്ടിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു യെല്ലോ ബാൻഡും അവർ കയ്യിലിങ്ങനെ കിട്ടും. പിന്നെ നമുക്ക് ഒരാൾക്ക് ടിക്കറ്റിന് 1199 രൂപയാണ് വീക്ക് ഡേയ്സിൽ. വീക്കെൻഡ്സിൽ ഇനിയും കൂടും കേട്ടോ. 1499 രൂപയാണെന്ന് തോന്നുന്നു വീക്ക് ഡേയ്സിൽ, അല്ല വീക്കെൻഡ്സിൽ. അങ്ങനെ പിള്ളേർക്ക് ഇപ്പോൾ ഇവരുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇവർക്ക് ഓഫർ, അല്ലെങ്കിൽ 999 ആണെന്ന് തോന്നുന്നു കേട്ടോ ഒരാൾക്കുള്ള ടിക്കറ്റ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടില്ല എങ്കിൽ ഡ്രസ്സൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടും കേട്ടോ, വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയുള്ള ഡ്രസ്സൊക്കെ. പക്ഷേ അതിന് നമ്മൾ എക്സ്ട്രാ പിള്ളേരുടെ ഒരു ഫുൾ സെറ്റിന് എനിക്ക് തോന്നുന്നു 200 റുപ്പീസാണെന്ന് തോന്നുന്നു. നമ്മുടെ എത്രയാണെന്ന് ഞാൻ ചോദിച്ചില്ല. നമുക്കുള്ളതും ഒക്കെ കിട്ടും കേട്ടോ. പക്ഷേ ഇവർക്കൊരു ക്യാപ്പ് മാത്രമേ വാങ്ങിച്ചുള്ളൂ. ക്യാപ്പിന് എനിക്ക് തോന്നുന്നു 200 രൂപയായിരുന്നു എന്ന് തോന്നുന്നു ഒരാളുടെ ക്യാപ്പിന്. അങ്ങനെ 3 ക്യാപ്പ് മാത്രമേ വാങ്ങിച്ചുള്ളൂ. ബാക്കി ഡ്രസ്സ് ഞാൻ ഓൾറെഡി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പക്ഷേ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ കുഴപ്പമില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചെറിയൊരു മഴയും വെയിലും ഇങ്ങനെ മാറി മാറി നിൽക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു. അത് കാരണം കുറച്ച് തണുപ്പൊക്കെ ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ അവർ കളിച്ച് നിവുവിന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. നിച്ചു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഡൗൺ ആയി കേട്ടോ. അവനങ്ങനെയാണ്, കുറച്ച് ഭയങ്കരമായിട്ട് ഭയങ്കര ഷിവറിങ് ആവും കുറച്ച് നേരമൊക്കെ വെള്ളത്തിൽ കളിച്ച് കഴിയുമ്പോൾ. അപ്പോൾ അവന് തണുത്തിട്ട് അവനങ്ങ് വിറയ്ക്കുകയായിരുന്നു. അത് കാരണം അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അലമ്പായി കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ചെറിയൊരു ചായ അങ്ങനെയൊക്കെ വാങ്ങിച്ച് കുടിച്ച്, അവിടെ തന്നെ ചെറിയ സ്നാക്സ് അങ്ങനെയൊക്കെ കിട്ടും കേട്ടോ അകത്ത് തന്നെ. അപ്പോൾ അത് വാങ്ങിച്ചൊക്കെ കുടിച്ച് നമ്മൾ വെള്ളം കുടിച്ചു. അവർക്ക് ഞാൻ ഓൾറെഡി ബോട്ടിൽ വെള്ളവും എല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമുക്കെല്ലാം അകത്ത് കയറ്റാം കേട്ടോ, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ഫുഡ് ഐറ്റംസോ എന്തുണ്ടെങ്കിലും നമുക്ക് അകത്ത് കയറ്റാം. പിന്നെ മൊബൈലും ഒക്കെ വാല്യുബിൾ തിങ്സൊക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള സ്ഥലം അവിടെ വേറെയുണ്ട്. മൊബൈൽ, പേഴ്സ് അങ്ങനെയൊക്കെ. അതിനൊന്നും പ്രത്യേകം പൈസയൊന്നും കൊടുക്കണ്ട കേട്ടോ, ചാർജൊന്നുമില്ല. പിന്നെ നമ്മുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ചേഞ്ചിങ് റൂമും അവിടെ നമുക്കൊരു കബോർഡ് തരും നമ്മുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വയ്ക്കാൻ വേണ്ടി. അതിനുശേഷം അവിടെ നമ്മൾ 500 റുപ്പീസ് പേ ചെയ്യണം. അത് ക്യാഷായിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ കാരണം ക്യാഷായിട്ട് തന്നെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചത് എടുക്കുന്ന സമയത്ത് അവർ നമുക്കത് റീഫണ്ട് തരും 500 രൂപ കേട്ടോ. അങ്ങനെയാണ്. അവിടെ തന്നെ ചേഞ്ചിങ് റൂമും ബാത്റൂം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. നല്ല നീറ്റായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അത്. വാഷ്റൂമൊക്കെ ആയാലും നല്ല നീറ്റാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ അവിടെ തന്നെ എല്ലാം കീപ്പ് ചെയ്യാം. പിന്നെ മൊബൈൽ, പേഴ്സ്, കാർഡ്സൊക്കെ ഉണ്ടെങ്കിൽ അത് വയ്ക്കാൻ വേണ്ടി സെപ്പറേറ്റ് വേറൊരു ഏരിയ ഉണ്ട്. അതും ഇതുപോലെ തന്നെ നല്ല സേഫാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ കുറേ നേരമൊക്കെ വെള്ളത്തിൽ കളിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിന് ഇപ്പുറത്തായിട്ട് വേറെ ആക്റ്റീവ് റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടോട്ട് പോയി കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ച് കഴിഞ്ഞിട്ട്, ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 10-11 മണിയായപ്പോൾ പോയിട്ട് വൈകുന്നേരം 6 മണിയാകുമ്പോഴാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഈ റൈഡിലൊക്കെ കയറി. റൈഡാണെങ്കിൽ തന്നെ പല സെക്ഷനായിട്ടുണ്ട്. അതായത് കിഡ്സിന് മാത്രം ഒരു സെക്ഷൻ, പിന്നെ അഡൽറ്റിന് മാത്രം ഒരു സെക്ഷൻ, പിന്നെ ഫാമിലി റൈഡ്, അങ്ങനെ കുറേ റൈഡ്സ് ഉണ്ട് കേട്ടോ. നമുക്കാണെങ്കിൽ എത്ര വേണമെങ്കിലും രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവിടെ കിടന്ന് എല്ലാത്തിലും കയറി കഴിഞ്ഞാലും തീരത്തില്ല. അതേപോലെ ഉണ്ട്. ഇനി ഒരുപാട് പണിയുന്നുമുണ്ട് കേട്ടോ. ചില റൈഡിലൊക്കെ എനിക്ക് ഇവർ തന്നെ കയറിയപ്പോൾ പേടിയായിരുന്നു കേട്ടോ. കാരണം ഇവർ 3 പേരും കൂടെ ഒരുമിച്ചല്ല ഇരുന്നത്. 3 പേരും 3 ഇതിലായിട്ടൊക്കെ ഇരുന്നത്. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു. ഈ ട്രെയിൻ പോലുള്ളതിലൊക്കെ കയറിയിട്ടേ 3 പേരും 3ആയിട്ടിരിക്കുമ്പോൾ 3 സീറ്റിലിരിക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. കാരണം എനിക്ക് പെൺപിള്ളേർ 2 പേരെ അത്രയും പേടിയില്ല. മോനെ എനിക്ക് പേടിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവന് കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ചിലപ്പോൾ എടുത്ത് ചാടുമോ അങ്ങനെയൊക്കെ വിചാരിച്ച് എനിക്ക് പേടിയാണ്. ഇതിലൊന്നും കയറിയപ്പോൾ അവൻ കരഞ്ഞില്ല. ചില ഇതിലൊക്കെ കയറിയപ്പോൾ അവൻ കരഞ്ഞു. പിന്നെ അവരെ കൊണ്ട് തന്നെ നമ്മൾ നിർത്തിച്ചിട്ട് ഇറക്കുമായിരുന്നു കേട്ടോ. നമ്മൾ പറയുമ്പോൾ അവർ നിർത്തിക്കും. പിന്നെ പെട്ടെന്ന് അങ്ങ് നിൽക്കത്തില്ല. ഒന്ന് ഇച്ചിരി സ്ലോ ആയി വന്നിട്ടേ നിൽക്കത്തുള്ളൂ.
അപ്പോൾ ആ ഒരു ഇത് സ്പീഡ് ആദ്യമൊക്കെ കുറച്ച് ഇതായിട്ട് പോയിട്ട് പിന്നെ ഇച്ചിരി സ്പീഡൊക്കെ ആവുന്ന സമയത്ത് ഇവർക്ക് പേടിയാവും. പെൺപിള്ളേർ ഞാൻ പറഞ്ഞല്ലോ അത്ര പേടിയില്ല. അതിൽ ഒരാൾക്ക് നിവുവിനൊട്ടും പേടിയില്ല ഒന്നത്തിലും കയറാൻ തന്നെ. അവൾ അങ്ങോട്ട് പോയി ചോദിച്ച് എല്ലാവരോടും ചോദിച്ച് കയറിയിരിക്കുമായിരുന്നു. മോനാണെങ്കിൽ ചിലതിലൊക്കെ കയറിയപ്പോൾ കരഞ്ഞു. അപ്പോൾ നമ്മൾ അവരോട് തന്നെ പറഞ്ഞിട്ട് നിർത്തിക്കുകയായിരുന്നു കേട്ടോ. ഇതിനൊന്നും എല്ലാം നമ്മൾ ഈ എടുക്കുന്ന ആദ്യത്തെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിന് സ്പെഷ്യലായിട്ട് വേറെ പ്രൈസ് ഒന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട ചെറിയ ചെറിയ സ്നാക്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സ്ഥലം അതിനകത്ത് തന്നെയുണ്ട്. അങ്ങനെയുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയണ്ടേ, നല്ല ഒരു ഇതാണ് കേട്ടോ. ഒരു ദിവസം ഫുള്ള് പിള്ളേരെയും കൊണ്ട് പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഫൺ വേൾഡ്. പിന്നെ നമ്മൾ ഇത്രയും കാശാണല്ലോ എന്ന് വിചാരിച്ച് ഇല്ല. കാരണം എന്ന് ചോദിച്ചാൽ ഒരുപാട് റൈഡ്സ് ഉണ്ട്, അതാണ് തന്നെ. കാരണം അവർക്ക് എത്ര കയറി കഴിഞ്ഞാലും ഇപ്പം വെള്ളത്തിൽ കളിക്കുന്ന ഒരു സ്ഥലത്ത് വാട്ടറിൻ്റെ മാത്രം, പിന്നെ ഒരു സൈഡിൽ ഫുള്ള് റൈഡ്സ്, അതാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ അവർക്കും ഒരു ബോറിങ് ആകത്തില്ല. കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയി അവരെപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് തന്നെ നിന്നോളും. നമ്മളെ അങ്ങനെ വഴക്ക് കിട്ടത്തില്ല. ആദ്യം ഒരു റൈഡിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പിന്നെ എല്ലാത്തിലും പോയി ചോദിച്ച് അവരോട് തന്നെ ചോദിച്ച് കയറുമായിരുന്നു കേട്ടോ. കാരണം ഓരോന്നിലും പോയി വീണ്ടും കയറാൻ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അവിടെ ഇരിക്കുന്നവരോട് തന്നെ പറയുക, എന്നിട്ട് കയറുക, അങ്ങനെയായിരുന്നു. പിന്നെ അവൻ മാത്രം എല്ലായിടത്തും ഇച്ചിരി ഒന്ന് പുറകോട്ട് നിന്നു. എന്നാലും കുഴപ്പമില്ല, കുറേയൊക്കെ കയറി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ നമ്മളോട് പറഞ്ഞു, ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു അവിടെ ഇങ്ങനെ ഫാമിലി റൈഡുണ്ട്, അവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കയറാം എന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളെ കയറ്റി കഴിഞ്ഞിട്ട് പിന്നെ അഡൽട്ട് റൈഡിലൊന്നും നമ്മൾ കയറിയില്ല. കാരണം അവരെ നമുക്ക് ആരെ ഏൽപ്പിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും കയറിയില്ല. പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് കയറുന്ന കുറേ എണ്ണത്തിൽ നമ്മൾ കയറി. പിന്നെ ഒത്തിരി കറങ്ങുന്നതിൽ ഭയങ്കര ഹൈറ്റിൽ പോകുന്നതിലൊന്നും ഞാൻ കയറിയില്ല. കാരണം എനിക്ക് പേടിയാണ്, അവർക്കും പേടിയാവുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയൊന്നും കയറിയില്ല കേട്ടോ. പക്ഷെ അല്ലാതെ തന്നെ ഉള്ളത് ഒരുപാടുണ്ട് നമുക്ക്. നല്ല ഇതായിട്ടുണ്ട്. നിവും എല്ലായിടത്തും ഒറ്റയ്ക്ക് തന്നെ അവളിരുന്നത്. അവൾക്കൊരു പേടിയില്ലായിരുന്നു. ഞാനാണെങ്കിൽ പിന്നെ ഞാനും ഇരിക്കുന്ന സ്ഥലത്ത് എൻ്റെ കൂടെ ഒരാളിരുത്തി, ചേട്ടനും മോൻ്റെ കൂടെ ഇരുന്നു. പക്ഷെ അവൾ തന്നെ എല്ലായിടത്തും ഇരുന്നു. അവൾക്കൊരു പേടിയില്ലായിരുന്നു. ഈ ഹോഴ്സിലൊക്കെ കയറുന്ന സമയത്ത് അവൾക്കൊരു പേടിയില്ല. അവൾക്ക് പിന്നെ അവളെ ഇറക്കിക്കൊണ്ട് വരാനായിരുന്നു ബുദ്ധിമുട്ട്. അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഈ ഡോൾഫിൻ്റെ ഒക്കെ ആണെങ്കിലും നമ്മളിരുന്ന് ഇങ്ങനെ കിടക്കുന്നു. പക്ഷേ എനിക്ക് ഈ വെള്ളം അതിനകത്തൊന്നും ഇങ്ങനെ ചീറ്റുമെന്ന് അറിയത്തില്ല ഈ ഡോൾഫിൻ്റെ ഇതിലിരിക്കുന്ന സമയത്തൊക്കെ. കാരണം ഞാൻ ബാഗും എല്ലാം കൊണ്ടാണ് ഇരുന്നത്. അപ്പോഴത്തേന് ഫുള്ള് വെള്ളം ഇങ്ങനെ മുഖത്തോട്ടൊക്കെ ചീറ്റുമായിരുന്നു. പിന്നെ അങ്ങനെ കുറേ നല്ല രസമായിരുന്നു കേട്ടോ. പിള്ളേർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഓരോ റൈഡിൻ്റെ അടുക്കലും 1ഉം 2ഉം പേര് വെച്ച് ഇരിപ്പുണ്ട് കേട്ടോ, അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് നമുക്കങ്ങനെ നമ്മൾ പറയുന്ന സമയത്താണെങ്കിൽ അവരോട് നിർത്താൻ പറഞ്ഞാൽ അവർ നിർത്തുകയും ചെയ്യും കേട്ടോ. പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നിൽക്കത്തില്ലെന്നേ ഉള്ളൂ. അത് നമുക്കറിയാലോ, ഒരു പകുതിയും ചെറുതായിട്ട് വന്നിട്ട് നിൽക്കത്തുള്ളൂ എന്നുള്ളൂ. പക്ഷേ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ നമുക്ക് അവരോട് പറയാം കേട്ടോ. പിന്നെ അതുപോലെ ചില റൈഡൊക്കെ ഇങ്ങനെ പതിയെ തുടങ്ങി അത് മുകളിലേക്ക് പോയി ഭയങ്കര ഫാസ്റ്റായിട്ട് കറങ്ങത്തില്ലേ, അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തല ചുറ്റുന്ന പോലെ തോന്നും. പക്ഷേ അങ്ങനെ ഒത്തിരി ഉയരത്തിൽ പോകുന്നതിലോ അങ്ങനെയൊന്നും ഉള്ളതിൽ കയറിയില്ല കേട്ടോ. എനിക്ക് പേടിയായിരുന്നു. എനിക്ക് മക്കളെയും കൊണ്ട് കയറാനും പേടിയായിരുന്നു. അവരെയും ഞാൻ കയറ്റിച്ചില്ല, ഞാനും കയറിയില്ല കേട്ടോ. ഞങ്ങളാരും കയറിയില്ല, എനിക്ക് പേടിയായിരുന്നു. പിന്നെ നമുക്ക് ഒത്തിരി ഉയരത്തിൽ പോകുമ്പോൾ നമുക്ക് വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുകയും അങ്ങനെയൊക്കെ ചെയ്യത്തില്ല. പിന്നെ കുറച്ച് സ്ഥലത്തൊക്കെ ഞാൻ കയറിയപ്പോൾ എനിക്ക് ഇങ്ങനെ വൊമിറ്റ് ചെയ്യാൻ തോന്നിയപ്പോൾ ഞാൻ കണ്ണടച്ച് കുറച്ച് നേരം ഇരിക്കുകയായിരുന്നു. കുറേ സ്ഥലത്തൊക്കെ അവർ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ളിടത്തൊക്കെ അവർ ഓൾറെഡി ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു കയറാൻ പറ്റത്തില്ല എന്നുള്ളത്. പക്ഷെ നമുക്ക് എല്ലായിടത്തും ഒന്നും ഇങ്ങനെ എല്ലാം ഒന്നും നമ്മൾ കയറിയില്ല കേട്ടോ. കാരണം കുറേ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ പൊക്കത്തിൽ പോകുന്നത്, അങ്ങനെയുള്ളിടത്തൊന്നും ഞാൻ കയറിയില്ല. പിന്നെ ഇതൊരു ട്രെയിൻ പോലാണ് കേട്ടോ. ട്രെയിൻ ഇങ്ങനെ കാട്ടിനുള്ളിൽ കൂടെ പോകുന്നത് പോലെയാണ്. ശരിക്കും എനിക്ക് ഇതിലൊക്കെ കയറി മറ്റേ ഊട്ടിയിലൊക്കെ ഉള്ള ഒരു ട്രെയിനില്ലേ, അതിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്ന പോലെ എനിക്ക് കിലുക്കം സിനിമയൊക്കെ ഓർമ്മ വന്നു ആ സമയത്ത്, സത്യം പറഞ്ഞാൽ. അങ്ങനെയാണ് ഇത്. ഇതൊക്കെ ഇവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവരുടെ സന്തോഷം കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്താ ബർത്ത്ഡേ അതായത് ബർത്ത്ഡേ നമ്മൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാഞ്ഞതിനെക്കാട്ടിലും ഇവർ ചിലപ്പോൾ ഒന്നും കൂടെ സന്തോഷിച്ചത് ഇതായിരിക്കും. കാരണം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവർക്ക് ആ കേക്ക് കട്ടിങ്ങിന് ഉള്ള ആ ഒരു ഇതേ ഉള്ളൂ, മൊമെൻ്റ് ഇവർക്കൊരു ഇതുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ ആണെങ്കിലും ഇവരങ്ങനെ കഴിക്കുമോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇവർ 3 പേരായതുകൊണ്ട് മറ്റുള്ളവർക്കും അതൊരു ബുദ്ധിമുട്ടാകും. കാരണം നമ്മൾ വിളിക്കുന്ന ആരും കയ്യും വീശി വരത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഞാൻ എല്ലാ ഭാഗത്തുനിന്നും ചിന്തിച്ചു കേട്ടോ. അങ്ങനെയൊക്കെ കൊണ്ടാണ് നമ്മൾ. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ആഗ്രഹമായിരുന്നു 3rd ബർത്ത്ഡേ ആഘോഷിക്കണം എന്നുള്ളത്.
സാരമില്ല, നമുക്കിനി മുന്നോട്ട് പോകുമ്പോഴേ ആഘോഷിക്കാമല്ലോ അങ്ങനെ. പക്ഷേ ഇവിടെ പോയിട്ട് വന്നപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് സന്തോഷമായി അവരിത്രയും ഹാപ്പി ആയിട്ട് ഇരുന്നപ്പോൾ. നമുക്കും അതാണല്ലോ വേണ്ടത്, അവരെത്രയും ഹാപ്പി ആയിട്ട് കാണുക, അവരുടെ സന്തോഷം അതാണല്ലോ. കാരണം നമ്മളും കൂടെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ എങ്ങും പുറത്തെങ്ങും ഇവരെ അധികം കൊണ്ടുപോയിട്ടില്ല കേട്ടോ. കാരണം ഇവരെ ഹാൻഡിൽ ചെയ്യാനും വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ നമ്മളങ്ങനെ പോയിട്ടില്ല. ഇവർ കുഞ്ഞായിരുന്ന സമയത്ത് എൻ്റെ കൂടെ അമ്മയുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഇവർ തീരെ ചെറുതാണല്ലോ എന്ന് വിചാരിച്ച് 3 പേരെയും കൊണ്ട് പുറത്ത് പോകാൻ ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ച് കൊണ്ടുപോയിട്ടില്ല. പിന്നെ ഇച്ചിരി വളർന്നു കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഇപ്പോൾ ഇവർക്ക് 3 വയസ്സായി. അപ്പോൾ ഈ സമയത്താണെങ്കിൽ എന്താ പറയണ്ടേ, ഇവർ പിടിച്ചാൽ നിൽക്കത്തില്ല, ഓട്ടമാണ്. അപ്പോഴും നമ്മളങ്ങനെ എങ്ങും പുറത്തൊന്നും കൊണ്ടുപോകത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയി. പിന്നെ ഫ്ലാറ്റിനുള്ളിൽ അങ്ങനെ കളിക്കാനും അങ്ങനെ അവർ 3 പേരും കൂടെ 3 പേരായതുകൊണ്ടുള്ള ഗുണം അതാണ്, അവർ 3 പേരും കൂടെ കളിച്ചോളും. അങ്ങനെയുണ്ട്. പിന്നെ ഒറ്റയ്ക്കൊരു കുഞ്ഞ് തന്നെയാണെങ്കിൽ ഉള്ള ഒരു ഇത് വരുന്നില്ല അവർക്ക്, അങ്ങനെ ഒരു ഇതുണ്ട്. ചില കാര്യത്തിൽ നല്ലതുമുണ്ട്, ചില കാര്യത്തിൽ ചീത്തയുണ്ട്, എല്ലാ കാര്യവും അതുപോലെയാണല്ലോ. അങ്ങനെയുണ്ട്. പിന്നെ നമുക്ക് പിന്നെ കുറേ നേരമായപ്പോൾ നമുക്ക് വിശക്കാനും തുടങ്ങിയായിരുന്നു കേട്ടോ. കാരണം അവരകത്തു നിന്നാണെങ്കിലും ഇവർക്ക് ഞാൻ ഫ്രൂട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുള്ളൂ, അവരതേ കഴിച്ചിട്ടുള്ളൂ. ഞങ്ങളും ചെറിയ സ്നാക്സും അങ്ങനെയൊക്കെ കഴിച്ചിട്ടുള്ളായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പം നമ്മൾ അക്വേറിയം പാരഡൈസിലും കൂടെ ജസ്റ്റ് കയറാമെന്ന് വിചാരിച്ചു. നമ്മൾ കയറി കഴിഞ്ഞപ്പോഴാണ് അവിടെ അന്ന് മെർമെയ്ഡ് ഷോ ഉണ്ട്. എല്ലാ ദിവസവും ഇല്ല കേട്ടോ ഈ മെർമെയ്ഡ് ഷോ. അപ്പം അന്നില്ലായിരുന്നു, അന്ന് വ്യാഴാഴ്ചയായിരുന്നു. വ്യാഴാഴ്ച ദിവസം അവിടെ ഇല്ല, ഷോ ഇല്ല. പിന്നെ ഉള്ളത് പക്ഷേ നമുക്ക് ഈ അണ്ടർ വാട്ടർ അക്വേറിയം മീനുകളെ അതെല്ലാം കാണാം നമുക്ക്. പക്ഷേ ഈ ഷോ ഇല്ല. അപ്പം ആ ഷോ വെള്ളിയാഴ്ച ദിവസം ഉണ്ട്. നമ്മൾ പറഞ്ഞു നമുക്ക് ഇനി ഒരു ദിവസം വരാം അതിനുവേണ്ടി. അവിടെ ടിക്കറ്റ് സെപ്പറേറ്റ് ആണ് കേട്ടോ. ഈ ഫൺ വേൾഡ്, ഈ അക്വേറിയം പാരഡൈസ്, അതുപോലെ സ്നോ വേൾഡ്, അതെല്ലാം ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ് കേട്ടോ. ബാക്കിയുള്ളിടത്തൊക്കെ സെപ്പറേറ്റ് പൈസയാണ്. ഈ ഫൺ വേൾഡിനകത്തിൽ വാട്ടർ പാർക്കും ഈ റൈഡിനും എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു ടിക്കറ്റ്. പിന്നെ അക്വേറിയത്തിന് വേറെ, അങ്ങനെയാണ് കേട്ടോ. പിന്നെ സ്നോ വേൾഡ് വേറെ. അങ്ങനെ സ്നോ വേൾഡ് ഞങ്ങൾ ഇവർ ജനിക്കുന്നതിന് മുമ്പ് ഒരു വശം നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ നമ്മൾ പോയിട്ടുണ്ട്. അതും നല്ല രസമാണ്. ഇനി ഇവരെയും കൊണ്ട് എന്തെങ്കിലും അവിടെയും പോകണം, ഇച്ചിരി കൂടെ വലുതായിട്ട് വേണം, അടുത്ത പ്രാവശ്യം എല്ലാം പോകണം. അങ്ങനെയാണ്. ഇവിടെയൊക്കെ ടിക്കറ്റിന് സെപ്പറേറ്റ് ആണ് കേട്ടോ. നിങ്ങൾ ബാംഗ്ലൂരുള്ളവർ മസ്റ്റായിട്ടും കുഞ്ഞുങ്ങളെ കൊണ്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണിത്. നിങ്ങൾക്ക് ഒരിക്കലും കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാണ്, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പം നിങ്ങളും ഒന്ന് പോയി കണ്ടു നോക്കുക ബാംഗ്ലൂരുള്ളവരൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ ക്യാബ് ബുക്ക് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിൽ വന്നപ്പോഴത്തേന് എനിക്ക് തോന്നുന്നു രാത്രി 10 മണിയോളം ആയതെന്ന് തോന്നുന്നു. അത്ര ലേറ്റായി, കാരണം റോഡിലെല്ലാം ഭയങ്കര ട്രാഫിക്കായിരുന്നു. പിറ്റേ ദിവസം ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു, അതിന് ഭയങ്കര ട്രാഫിക്കായിരുന്നു. ലോങ് വീക്കെൻഡ് ആയത് കാരണം എല്ലാവരും ലീവ് എടുത്ത് പോകുന്നതുകൊണ്ടായിരിക്കും ഭയങ്കര ട്രാഫിക്കായിരുന്നു. പിന്നെ റോഡൊക്കെ ആണെങ്കിൽ ഭയങ്കര ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ബിൽഡിങ് ഫ്ലാഗിൻ്റെ ഓരോ കളറിലൊക്കെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ